നമ്മുടെ പ്രാർത്ഥനകളുടെ 20ാമത്തെ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. റെസ്റ്റോർ ആൻഡ് റീബിൽഡ് എന്ന ആത്മീക വെളിപ്പാടിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഉള്ള പ്രാർത്ഥനയിൽ തുടങ്ങി പുതിയ നിയമസഭ നേരിടുന്ന ആത്മീക ക്രൈസിസുകൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ കൊരിന്ത്യ ലേഖനത്തിലെ ചിന്തകളിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദൈവസഭയുടെ മതിലിനെ പിശാച് പൊളിക്കാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ചിന്തയാണ് 6ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സഹോദരനും സഹോദരനും തമ്മിലുള്ള വ്യവഹാരങ്ങൾ. അന്നത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ചർച്ചിനകത്തുള്ള വിശ്വാസികൾ തമ്മിൽ കോടതിയും കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി കോടതിയും കേസുമായിട്ട് വിശ്വാസികൾ തമ്മിലുള്ള ഇഷ്യൂസ് പെരുകുകയും അതിനെ ചർച്ചിനകത്ത് വെച്ച് ആത്മീകമായി സോൾവ് ചെയ്യാൻ പറ്റാതെ അതിനെ കോടതികളിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും അവിശ്വാസികളുടെ മധ്യത്തിലേക്കും എത്തപ്പെട്ട ഒരു അനുഭവം കൊരിന്ത്യ സഭയ്ക്കുണ്ടായിരുന്നു. പൗലോസ് വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരൻ തമ്മിലുള്ള ആ പ്രശ്നങ്ങളെ പരിഹരിക്കത്തക്കവണ്ണം ഒരു ജ്ഞാനി അവിടെ ഇല്ലയോ എന്നാ ചോദിക്കുന്നത്. അടുത്ത വാക്യം പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മധ്യത്തിൽ. ഉണ്ടോ? ഈ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു സഭയായിട്ട് ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് നമ്മൾ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ചർച്ചിനകത്തേക്ക് കൊണ്ടുവരരുത്. ഞാൻ ചർച്ച തുടങ്ങിയ സമയം മുതൽ ആരംഭത്തിലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആളുകൾ പലരും ബിസിനസ്സുകാരുണ്ടായിരുന്നു, LICയുടെ ആൾക്കാരുണ്ടായിരുന്നു, ചിട്ടി നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു, ഈ മരുന്നുകൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ആരംഭത്തിലെ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഇവർ സഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സുകൾ നടത്താൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു അപകടം പിടിച്ച കാര്യമാണ്. അന്ന് ഞാൻ അതിനെ വിലക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ സ്ട്രാറ്റജീസും എല്ലാം ചർച്ചിന് പുറത്ത്, ചർച്ചിനകത്ത് നിങ്ങൾ ഒരു കാരണവശാൽ നിങ്ങളുടെ ബന്ധങ്ങൾ വെച്ച് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പൈസ കടം കൊടുക്കാൻ പാടില്ല, വസ്തു ജാമ്യത്തിന് വെക്കാൻ പാടില്ല, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ചർച്ചിനകത്ത് കോടതിയും കേസും ഒക്കെ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ വിഷയം ആത്മീക വിഷയമല്ല, ഭൗതിക വിഷയങ്ങൾക്കകത്ത് ആ ഐക്യതയെ തകർത്ത് അവിശ്വാസികളുടെ മുമ്പിൽ പോലും പരസ്യകോലമാക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ആ സഭ മാറുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെങ്കിൽ ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നത് വളരെ കഠിനമായ കാര്യമാണ്. ഇടർച്ചകൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു കാരണവശാൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒരിക്കലും വിശ്വാസികൾ തമ്മിലുള്ള കേസിന് വേണ്ടി പോകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ മുഖാന്തരം ഒരാൾക്കും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ മതിലിനെ ഇടിച്ചു കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കോടതിയും കേസുകൾക്ക് ഉപരി ഒരു ദൈവരാജ്യ സംവിധാനത്തിൽ, ഒരു ദൈവരാജ്യ സിസ്റ്റത്തിൽ സഭകളായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസാധാരണമായ ആത്മീയ ഐക്യതകൾ ദൈവസഭകൾക്കകത്ത് വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾ വിശ്വാസികൾക്കിടയിൽ കേസുകളും കോടതിയുമായിട്ട് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അത് യേശുവിന്റെ നാമത്തിൽ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.